സാറ് എ ഐയിലും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലൊക്കെ എക്സ്പീരിയൻസിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടെക്നോളജി യുഗത്തിൽ ഇത് എത്രത്തോളം ട്രെൻഡിങ് ആണ്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര എക്സ്പീരിയൻസ് അല്ലെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ടെക്നോളജി ഡ്രിവൻ വേൾഡിൽ ടെക്നിക്കൽ ആസ്പിറൻസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. മേ ബി ഫോർ സേക്ക് ഓഫ് ദെയർ എൻ്റർടൈൻമെൻറ്റ്, സേക്ക് ഓഫ് എക്വയറിങ് നോളജ് ഗ്യാദർ ചെയ്യാൻ, അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ തേടിയിട്ടുള്ള യാത്ര. അതിലെല്ലാം നോക്കുമ്പം ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി വേൾഡിൽ ഇത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡേറ്റയ്ക്കും ഒത്തിരി പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എവ്രിവെയർ, എല്ലായിടത്തും കേൾക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എവ്രിവെയർ. സോ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒന്ന് അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു തീം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആർട്ടിഫിഷ്യാലിറ്റീനെ ഒന്ന് വിട്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജന്മന അക്വയർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതിനെ ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ചിന്തയിൽ വരുന്നത്, കമ്പ്യൂട്ടർ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കൊണ്ടുവന്നത്? കുറച്ചുകൂടി ഈസി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. മനുഷ്യൻ്റെ കമ്പ്യൂട്ടേഷൻസ്, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടേഷൻസിനെയും മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു രീതിയിലുള്ള ഒരു ബുദ്ധിയുണ്ട്. ദാറ്റ് മീൻസ് അതിനൊരു മെമ്മറി ഉണ്ട്, അതിന് കൺട്രോൾസിനെ കറക്റ്റ് ചെയ്ത് വിടാനുള്ള അതിനുള്ളൊരു ചെറിയ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വൺ ഹ്യൂമൻ ആർക്കിടെക്ചറെല്ലാം അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് ഇൻബിൽറ്റാണ്. അപ്പോൾ പണ്ട് തൊട്ട് തന്നെ കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ മേക്കിംഗ് ഈസി ഓൾ ദ ഹ്യൂമൻ പ്രോസസ്സസ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക്, അപ്പോൾ എ മെഷീൻ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ അതിനെ ഒന്നുകൂടിയും, അതായത് ഒരു പടി മേലെ ചിന്തേനെയും, നമ്മളുടെ മനുഷ്യൻ്റെ ചിന്തേനെയും മനുഷ്യൻ്റെ ബുദ്ധിയെയും മനുഷ്യൻ്റെ സെൻറ്റിമെൻസിനെയും ഒക്കെയും ഒന്ന് അപഗ്രഥിച്ച് അതിലേക്ക് ഒരു വെളിച്ചം വീശുന്ന, അതിലേക്ക് കൊണ്ടുവരുന്ന, ആ തോട്ട് പ്രോസസ്സിനെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഒരു ശാസ്ത്രശാഖ എന്നുകൂടെ നമുക്ക് പറയാം. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദാറ്റ് മീൻസ് മനുഷ്യനെ മിമിക് ചെയ്യുന്ന മെഷീനാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ബുദ്ധിയെ മിമിക് ചെയ്യുന്ന നിർമ്മിത ബുദ്ധി എന്ന് പറയാം. അപ്പോൾ ഈ ബുദ്ധി നമ്മൾ ഇതിനകത്തേക്ക്, അതായത് നമ്മളുടെ കമ്പ്യൂട്ടിംഗ് മെഷീനിലേക്ക് ഒരു ഇൻവാസീവ് മെത്തേഡിൽ നമ്മൾ കൊടുത്ത് ആ എക്വയർ ചെയ്തിരിക്കുന്ന നോളജിനെ, അതായത് ഗ്യാദർ ചെയ്തിരിക്കുന്ന നോളജിനെ ട്രെയിൻ ചെയ്ത് ഇത് ശരിയാണോ, ഇതാണോ, ഇത് ഇന്ന സംഗതിയാണോ എന്നുള്ള അപഗ്രഥനമാണ് നമ്മളുടെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ശാഖേനെ തന്നെ നമുക്ക് രണ്ട് രീതിയിലേക്ക്, ഇന്ന് പല ആളുകളും പലരും പറയുന്നത് AIML അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഈ AIML എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീനിനെ ലേൺ ചെയ്യിപ്പിക്കുന്നത്. അതെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പ്രായോഗികതയുടെ മുന്നിൽ എങ്ങനെ നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്ത്, അതായത് ഒരു ഡേറ്റേനെ ട്രെയിൻ ചെയ്ത് എങ്ങനെ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള
ഒരു 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 സംഭവം, അതായത് അതിനുള്ള പ്രായോഗികമായിട്ടുള്ള അൽഗോരിതമിക് മെത്തേഡ് ആണ് ഒരു മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ ലേണിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് അതിന് ഈ ഡേറ്റയുടെ അപഗ്രഥനം, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എത്ര മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ലെവലിലേക്ക് പോകാൻ സാധിക്കുമോ ആ മൈക്രോ ലെവലിൽ നിന്നും കിട്ടുന്ന അറിവ് ആണ് നമ്മളുടെ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നും പറ്റാത്ത ഒരു പ്രോസസ്സാണ്, ഇന്നും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാൻ ദാറ്റ് മീൻസ് ഡോണ്ട് ഈവൻ ഹാവിങ് എ സ്പെസിഫിക് അൽഗോരിതം ഫോർ ദാറ്റ്. അങ്ങനത്തെ ഒരു ഗെയിമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് ഗെയിം. ചെസ് ഗെയിമിന് ഒരു സ്പെസിഫിക് അൽഗോരിതം ഇന്നും ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അല്ല, ചെസ് ശരിക്കും പറയുന്നത് മൈൻഡ് ഗെയിം എന്ന് പറയുന്നതല്ലാണ്. മൾട്ടിപ്പിൾ വേസ് ഉണ്ട് അത് സോൾവ് ചെയ്യാനായിട്ട്, ഓരോരുത്തർ യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതെ, അപ്പോൾ അതൊരു ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ML മാറ്റിയാൽ പറ്റുമെന്ന് തോന്നുന്നു. അല്ല, ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. ഇല്ല. ഓക്കെ, മനുഷ്യ മനസ്സിനെ ഇപ്പോഴും മിമിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. പക്ഷേ മനുഷ്യ മനസ്സിൻ്റെ മൂവ്മെൻറ്റ്, തോട്ട് പ്രോസസ്സ്, സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂടെ നമുക്ക് ഒരിക്കലും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഈ അൽഗോരിതത്തിൻ്റെ ചില മൂവ്മെൻറ്റ്സ് ഇത് ഇങ്ങനെയാണ്, എൻ്റെ തോട്ട് പ്രോസസ്സിനനുസരിച്ചായിരിക്കും എൻ്റെ അടുത്ത മൂവ് വരിക. അതെ, ഓക്കെ. ഈവൻ ദോ ഒരു റോബോട്ടായിരിക്കും എൻ്റെ മുൻപിലിരിക്കുന്ന എതിരാളി, എന്നിരുന്നാൽ കൂടെ റോബോട്ടിന് എന്താ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിർമ്മിത ബുദ്ധി മാത്രമാണ് റോബോട്ടിനുണ്ടാവുക. അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ആ റോബോട്ടിന് സെൻറ്റിമെൻറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്, അതായത് പണ്ട് ദുബായിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ സോഫിയ എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്, അത് മനുഷ്യൻ്റെ ഹ്യൂമൺ അല്ലെങ്കിൽ അതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു റോബോട്ടാന്ന് പറയുന്നുണ്ട്, ഇമോഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു റോബോട്ടിന് നമ്മൾ ചെയ്യാൻ പറ്റുമോ ഇതേപോലെ സാർ പറഞ്ഞു? അല്ല, ഒരു പരിധി വരെ നമുക്കതിന് പറ്റുള്ളൂ. മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണത, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കീർണത എപ്പോഴും ഒരു മെഷീനായിട്ട് നമുക്ക് 100% നമുക്ക് മിമിക് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു 10% ലെവലിൽ, എത്ര IQ ലെവലിൽ കുറഞ്ഞ ഒരു മനുഷ്യനിലും അവരുടെ സെൻറ്റിമെൻ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ആ മനസ്സിൻ്റെ സങ്കീർണതയിൽ അടുത്ത നിമിഷം എങ്ങനെ ഒരു മനുഷ്യൻ പ്രതികരിക്കും എന്ന് പറയാൻ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനോ അല്ലെങ്കിൽ മിമിക്കിംഗ് ഇൻ്റലിജൻസിനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദാറ്റ് മീൻസ് ആ ഒരു നെറ്റ്വർക്ക്, അതൊരു ബേസിക്കലി ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരുന്ന ഒരു സാങ്കേതിക വിദ്യ മാത്രമാണ് നമ്മളുടെ മെഷീൻ ലേണിങ്ങിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവിൽ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ചെസ് ഗെയിം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിമാണെന്ന് പറഞ്ഞു. മൈൻഡിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒരിക്കലും നമുക്ക് ഇതിലേക്ക് മെഷീനിലേക്ക് കൊണ്ടുവരാൻ എക്സാക്ട്ലി ദ ഡിക്റ്റോ ഓഫ് എ ഹ്യൂമൻ മൈൻഡ് ഇൻ ടു മെഷീൻ. അപ്പം ഹ്യൂമനോയിഡ് റോബോട്ടായാലും ശരി, ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ ഒരു കോർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ്. ഒരു ചിപ്പ് ഈസ് ഹാവിങ് സർട്ടൻ ഇൻ്റലിജൻസ് ആൻഡ് ഇൻവൈസ്ഡ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ആസ് എ മെമ്മറി, ആൻഡ് ആ മെമ്മറിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്യൺസ് ഓർ ട്രില്യൺസ് ഇമോഷൻസ് മേ ബി ദാറ്റ് ദ റിയാക്ഷൻ ടുവേർഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് മൈറ്റ് ബി ഹാപ്പനിങ്. പക്ഷേ എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മൈൻഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്
എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും മിമിക് ചെയ്യാൻ പറ്റില്ല. അത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു പരിധി വരെ ആൽഗോരിതമിക്കായിട്ട് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയാണ് മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ സാധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് എ പ്യുവർ മാത്തമാറ്റിക്കൽ ആൽഗോരിതം. മാത്സ് ആണ്, ബാക്ക് കണക്കുകളാണ്. അപ്പോൾ കണക്കിൻ്റെ കളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ മെഷീൻ ലേണിങ്ങിലേക്ക് വരാം. ഇറ്റ്സ് എ കോംപ്ലക്സ് മാത്തമാറ്റിക്സ് which comprises with statistical permutations and combinations and it create. അതാണ് ഈ പറയുന്ന എല്ലാ റിസർച്ചിൻ്റെയും അടിസ്ഥാന ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അതെ, പ്രോബബിലിറ്റിയാണിത്. ഇപ്പോൾ ഞാനത് ഒരു ലോജിക്കൽ പ്രോസസ്സിങ് നമ്മൾ ലോജിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് പറയും. എന്താണ് ലോജിക്ക്? ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്ത ഒരു ഏരിയയാണ് ലോജിക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒന്നും രണ്ട് എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് പ്യുവർ അരിഥമാറ്റിക്. ഓക്കെ, ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന സാറാണോ ഞാനാണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ഉത്തരം പറയാൻ പറ്റും. മേ ബി എന്നെക്കാളും ഒത്തിരി സുപ്പീരിയോറിറ്റി സാറിനുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് ഒരിക്കലും കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോജിക്കിൽ എന്താ എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? ആംബിഗ്യൂറ്റീസാണ്, ആംബിഗ്യൂസ്നെസ്. ഓക്കെ, അപ്പോൾ ഈ ആംബിഗ്യൂസ്നെസ്സിനെയും നമ്മൾ ഈ സെൻറ്റിമെൻ്റ് അനാലിസിസിൽ മിക്സപ്പ് ചെയ്യണം. ഇത് ഒന്നുകൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ അരിഥമാറ്റിക്കിൻ്റെ കൂടെ, ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സ് ആണ് അല്ലെങ്കിൽ കണക്കുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ കണക്കുകളുടെ അടിസ്ഥാനമാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോജിക്കും കൂടെ അതിനകത്ത് ചേർത്തണം, ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് നമ്മളുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ ബേസിക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി അതിൻ്റെ വേറൊരു വശമാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ ഡീപ്പ് ലേണിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ നിർമ്മിത ബുദ്ധിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശബ്ദം ആർക്കും ആണെങ്കിലും മിമിക് ചെയ്യാം. ഇതിനെ മോസ്റ്റ് ക്ലോസർ വേ, അതായത് ഏറ്റവും ഒരു 99.99% ആക്യുറസിയിൽ മിമിക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറയുന്നത് ഞാൻ തന്നെയാവും എന്നല്ലേ നിങ്ങൾ കരുതുക? അതെ. ഇന്ന് അതേപോലെ നമുക്ക് വോയിസ് ക്ലോണിങ്ങിന് പോലത്തെ AIs ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പോൾ ഒറിജിനൽ ഏതാ അല്ലെങ്കിൽ ക്രിയേറ്റഡ് ഏതാന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനെ അപഗ്രഥിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏരിയയാണ് നമ്മളുടെ ഡീപ്പ് ലേണിങ്ങിലുള്ളത്. അപ്പോൾ ഫിസിക്കൽ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതും തൊട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള എൻറ്റിറ്റീസ് നമുക്ക് എന്തൊക്കെയുണ്ട്, അതിനെ അപഗ്രഥിച്ച് ഇത് ശരിയാണോ, ഇതിൽ എത്ര വരും, എത്ര കൊണ്ട് പോകും, എന്തൊക്കെയാണ് അതിൻ്റെ ഇമേജ് ഇന്നതാണ്, ഈ ഇമേജ് ഇങ്ങനെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ സാധ്യതകൾ എന്നുള്ള ഒരു പഠനമാണ് ഈ ഡീപ്പ് ലേണിങ്ങിലുള്ളത്. അതിൻ്റെ അനന്ത സാധ്യതകളാണ് നമ്മുടെ ഈ മെഡിക്കൽ ഇമേജിങ്, അല്ലെങ്കിൽ ഒരാളുടെ മുഖം അത് ശരിയാണോ തെറ്റാണോ, ഇമേജ് പ്രോസസ്സിങ്ങിൽ കൂടെ നമുക്ക് അതിൻ്റെ പ്യൂരിറ്റി, അക്യുറസി ഒക്കെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ഘടകം ഇതിനകത്ത് വരുന്നു. അപ്പോൾ ഈ രണ്ട് ശാഖകളും ഞാൻ പറയാം, ഈ രണ്ട് ശാഖകളും കൂടിച്ചേർന്നതാണ് നിർമ്മിത ബുദ്ധി. കംപ്ലീറ്റ്ലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഡൊമൈനിലേക്ക് വരുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയുക AI ML എന്ന് പറയുന്ന യൂസേജ്, ഞാൻ പറഞ്ഞത് അത്
കറക്റ്റായിട്ടുള്ള ഒരു യൂസേജ് ആണ് എന്ന് പറയാനുള്ള ഒരു അറ്റംപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യൂഷ്വലി നമ്മളിപ്പോൾ പറയുക, നമുക്ക് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്, ഇത് ഞാനും പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. AML എന്ത് നമുക്ക് നാളെ നമുക്ക് നമ്മളുടെ ജോലി, നല്ലൊരു ജോലി കിട്ടാൻ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ നാവിലപ്പോൾ വരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ AML, കോഴ്സ് ഓൺ AML, അല്ലെങ്കിൽ പ്രോഗ്രാം ഓൺ AML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂസേജിന് അതിൻ്റെ അപാകതകളുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് എസ് നമ്മൾ പറയുന്ന നമ്മളുടെ യൂസേജാണ്. അപ്പോൾ അത് അപ്പോൾ അത് എന്താണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. അതായത് മെഷീൻ ലേണിങ്ങിന് എന്ന് പറയുന്നത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഇൻഡക്ഷൻസ് ആണ് അതിനകത്ത്. ഈ മാത്തമാറ്റിക്സ് ഫിസിക്കൽ എൻറ്റിറ്റീസിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അവിടെ കൃത്യമായിട്ട് ടേക്ക് ബർത്ത്, അതായത് അവിടെ ജനിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് പിന്നീട് നമ്മൾ ഐട്രേറ്റീവായിട്ട് തുടരെ പല പ്രാവശ്യം നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ പറയില്ല ട്രെയിനിങ് പ്രോസസ്സിലൂടെ നമ്മൾ പല ഡേറ്റാ സെറ്റുകളെയും നമ്മൾ കണക്ട് ചെയ്ത് ഇത് ഇന്നതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാവുമോ, ഇത് ഈ പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഇത് ഇന്ന ശബ്ദമാണോ, ഇന്ന ചിത്രമാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ് എന്നൊക്കെയും പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഐട്രേറ്റിംഗ് ദ തിങ്സ്. അപ്പം അങ്ങനെ മില്യൺസ് ഓർ ബില്യൺസ് ഓർ ട്രില്യൺസ് ഓഫ് ടൈംസ് എന്ന് പറയുമ്പോൾ ട്രില്യൺസ് ഓഫ് ഡേറ്റ വി വിൽ ബി ട്രെയിനിങ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ബി അക്വയറിങ് സർട്ടൻ റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ എക്യുറസി ആയിരിക്കും ആ ബുദ്ധി എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഔട്ട്കം. അപ്പോൾ അതിനകത്ത് പറയാണ്, നമ്മൾ ഒരു ചിത്രം എടുത്തിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ സയൻസിൽ നമുക്ക് ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു MRI ഇമേജ് എടുത്തിട്ട് വെദർ ദാറ്റ് ഇമേജ് ഈസ് ഹാവിങ് any kind of a deformity for that particular thing, or any kind of cancerous growth. പണ്ട് ഒരു 10 വർഷം മുൻപ് അല്ലെങ്കിൽ 15 വർഷം മുൻപ് ഇത് അപഗ്രഥിക്കാൻ പറ്റുമായിരുന്നില്ല. ദ ലോഡ് ഓഫ് കമ്പാരിസൺ വെറുതെ. ഇപ്പോൾ ഒരു എക്സ്റേ ഇമേജ് അല്ലെങ്കിൽ ഒരു MRI കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തന്നെ ഇൻ്റഗ്രൽ പാർട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്തിരുന്ന ഗവേഷകർ കണ്ടുപിടിച്ചിരുന്നത് ഇത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ നിർമ്മിത ബുദ്ധിയിൽ വിത്തിൻ ലിമിറ്റഡ് ടൈം നമുക്ക് പറയാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദിസ് ഐട്രേഷൻ. അത് നമ്മൾ ആദ്യം പറഞ്ഞു, ഇത് ഇന്നതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ലെവൽ, ഇത്ര പെർസെൻറ്റേജ്, അല്ലെങ്കിൽ സോ കോൾഡ് ആസ് 2% ലെവൽ ഓഫ് ഡീവിയേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ തിങ് വിച്ച് വിൽ ബി കൺസിഡേർഡ് ആസ് എ ക്യാൻസറസ് ഗ്രോത്ത് എന്ന് പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതോടെ അപഗ്രഥനം അവിടെ ആരംഭിച്ചു. അത് ഇതിൻ്റെ ട്രെയിനിങ് ഡേറ്റാ സെറ്റ് വെച്ചിട്ട് ഡേറ്റാ സെറ്റ് അതിനകത്തേക്ക് കൊടുത്ത് ആ ഡേറ്റാ സെറ്റും നമ്മളുടെ ട്രെയിനിങ് ഡേറ്റയും തമ്മിലുള്ള കമ്പയർ ചെയ്ത് ആ ഒരു കൊടുത്ത ഇൻപുട്ട് ഇമേജിന് എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് അപഗ്രഥിച്ചെടുക്കാൻ സാധിക്കും. അതാണ് നമ്മളുടെ ഒരു ഡീപ്പ് ലേണിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേ കാര്യങ്ങളാണ് മെഷീൻ ലേണിങ്ങിനുള്ളത്. ഇപ്പോൾ AI ഈ ഒരു ട്രെൻഡിങ് ഉള്ളതുപോലെ തന്നെ നമ്മൾ ഈ അക്കാഡമിക്കലിയും സ്റ്റുഡൻസിനും ഏറ്റവും കൂടുതൽ സ്കിൽസൊക്കെ വരുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞാൽ ഫ്യൂച്ചർ ട്രെൻഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നത് സ്റ്റുഡൻസിനും അക്കാഡമിക്കലും ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്യുന്നേരം? ഇപ്പം ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ഇറയിൽ ഇന്നത്തെ ഒത്തിരി ഇൻഡസ്ട്രി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ നാളെ ഉണ്ടാവില്ല.
പക്ഷേ അത് ചെയ്യേണ്ട രീതി വേറൊരു തരത്തിലായിരിക്കും. ആ ജോലി മുഴുവനെ അപ്പാടെ നഷ്ടപ്പെടുമെന്നല്ല ഞാൻ പറയുന്നത്, ഓക്കെ. അതിൻ്റെ രീതികൾ മാറും. അപ്പോൾ ആ രീതികളിൽ മാറുമ്പോൾ അതിലേക്ക് ഉള്ള സ്കില്ല് നമ്മുടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് അതിലോട്ട് നമ്മളുടെ കുട്ടികൾ കാൽവെപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളിൽ വേണ്ടുന്ന ഒരു മിനിമൽ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ സ്കിൽ, അതായത് കാര്യങ്ങളെ അപഗ്രഥിച്ച് അറിയാനുള്ള ഒരു കഴിവ്. ഓക്കെ, അതാണ് കണക്ക് കൂട്ടലുകൾ. ഓക്കെ, പിന്നെ വേണ്ടത് പ്രോഗ്രാമിംഗ് സ്കിൽസ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണക്കുകളെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണക്കുകളെ ഒന്ന് ക്രോഡീകരിക്കുക. അത് ഡെഫിനറ്റ്ലി പ്രോഗ്രാമിംഗും കൂടെയാണ് പറ്റുള്ളൂ. അത് ഏത് പ്രോഗ്രാമിംഗ് സ്റ്റൈലായാലും കോഡിങ് അറിയാത്തവർക്കും കോഡിങ് അറിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കണം. പ്രോഗ്രാം ചെയ്യാനാണ് ഞാൻ പറയുന്നത്, കോഡിങ് ചെയ്യാനല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്കിൽ സെറ്റ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇത് വലിയൊരു ഘടകമാണ്. അതെ, ഇന്നത്തെ കുട്ടികളിൽ അതായത് പല തലങ്ങളിലും വരുന്ന ഒരു സാങ്കേതികത്വം ആണ് ഇത്. എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാനിങ്ങനെ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധ്യതകൾ വളരെയാണ്. ഈ പറയുന്ന ശാഖയും വളരുകയാണ്. അപ്പം ഇതിലോട്ട് നമ്മളുടെ കുട്ടികളെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഈ പറയുന്ന സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിലേക്ക് വരുന്ന ജോലികൾ ചെയ്യാൻ പ്രാപ്തരാകും. അപ്പോൾ ഇന്ന് എങ്ങനെയാണോ ചെയ്തത് അതിനെ വേറൊരു രീതിയിൽ ആയിരിക്കണം അതിൻ്റെ അപ്രോച്ച്. അപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളുടെയും അപ്രോച്ചസിലാണ് മാറ്റം വരുന്നുള്ളൂ. ജോലി സാധ്യതകൾ മാറുന്നില്ല. അപ്പോൾ ഇന്നത്തെ കമ്പ്യൂട്ടേഷൻ വേൾഡിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഭയങ്കര ഡിമാൻഡാണ്. കമ്പ്യൂട്ടർ സയൻസ് എവിടെയും കമ്പ്യൂട്ടർ സയൻസ് മതി. ശാസ്ത്രശാഖയിലായാലും എൻജിനീയറിംഗ് ശാഖയിലായാലും കമ്പ്യൂട്ടർ സയൻസിന് വൺ ഡിമാൻഡുള്ള കാലങ്ങളാണ്. അപ്പോൾ പലരും ഇന്ന് അഭിപ്രായപ്പെടുന്നത് ഒത്തിരി കുട്ടികൾ ഇത് പഠിച്ചിറങ്ങുന്നു, 4 വർഷം 5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് എന്താവുന്നതാണ്. ഇന്ന് എങ്ങനെയാണോ ഡിമാൻഡുള്ളത് അതേപോലെ തന്നെയായിരിക്കും 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഈ ഒരു ശാഖയുടെ ഡിമാൻഡ്. കാരണം ഇതിന് ഒത്തിരി എന്താ പറയുക ടേക്കേഴ്സ് ഉണ്ട്. ഒരു എമേർജിങ് ആണല്ലോ, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയിലേക്ക് വരുന്നത്. അതെ അതിൽ വിരൽ ചൂണ്ടുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു വീട്ടിൽ ഈ പറയുന്ന ടെക്നോളജികളെല്ലാം വേണ്ടി വന്നേക്കാം. ഇന്നിപ്പോൾ നമ്മളൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പുറത്ത്, അതായത് ഹൈഫൈ ആയിട്ട് ഉള്ള പല ടൗൺഷിപ്പിലും അല്ലെങ്കിൽ പലയിടത്തും ഇത് എമർജ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ സെക്ടേഴ്സിലും AI എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതെ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഘടകം. ഇപ്പോൾ പെട്ടെന്ന് AI എന്നൊക്കെ പറയുന്നേരം നമുക്ക് വരുന്നൊരു സാധനം എന്ന് വെച്ചാൽ ChatGPT, ജെമിനി, ഇതേപോലെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടെക്നോളജീനെ കുറിച്ച് അറിയാനാണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രോംപ്റ്റിംഗ് ആണല്ലേ. അത് വെച്ചിട്ട് ഒരു സൈഡിൽ തന്നെ നല്ല വശമുണ്ട്, അതേ സൈഡിൽ മോശം വശമുണ്ട്. അപ്പോൾ പ്രോംപ്റ്റിംഗ് എങ്ങനെയാണ് ജനറേറ്റ് ആവുന്നത്, അതിലത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കണം, വീട്ടിൽ എങ്ങനെ സംസാരിക്കണം, നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, പലതും പല സ്റ്റൈലുകളാണ്. ഈ പറയുന്ന എല്ലാ സദസ്സുകളിലും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും വ്യത്യാസമാണ്. അതെ. അപ്പോൾ ഒരു പൊതുവേദിയിൽ ഇരുന്ന് കൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ അമ്മയോടും അച്ഛനോടും സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കില്ല. ഇല്ല. അപ്പോൾ അവിടുത്തെ ഉത്തരം വ്യത്യാസമാണ്.
നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്, അല്ലെങ്കിൽ മെറ്റ ഉണ്ട്. അങ്ങനത്തെ ജനറേറ്റീവ് AI ഉള്ളപ്പം എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക, ക്യാൻ യു ഹെൽപ്പ് മീ ടു റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റർ എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് എവിടേക്കാണ് എഴുതണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ക്യാൻ യു റൈറ്റ് എ ലെറ്റർ ടു ഗെറ്റ് സംതിങ് എന്ന് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലെറ്റേഴ്സ് ഉണ്ടാവും, കുറേ കേസസ് ഉണ്ടാവും. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. വേറാസ് റൈറ്റ് എ ലെറ്റർ ടു ക്ലാസ് ടീച്ചർ ഫോർ അപ്ലൈയിങ് എ ലീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒറ്റ ഉത്തരമേ കിട്ടുള്ളൂ. കണ്ടന്റിന് ബേസ് ചെയ്ത് കണ്ടന്റ്. അതാണ് ക്ലിയർ കട്ട് പ്രോംപ്റ്റിംഗ് നമുക്ക് അവിടെ ആവശ്യമാണെന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ this data is processed with or this is happening over there എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. പ്രോംപ്റ്റ് ജനറലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ഏത് ലാംഗ്വേജിലാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നമുക്കറിയുന്ന ഭാഷയിൽ കിട്ടണമെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ ആ ഡേറ്റ പോകുന്നത് കലോക്കിയലായിട്ട് സംഭവിച്ച ചില ദിക്കുകളിലേക്കായിരിക്കും. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ ന്യൂക്ലിയർ ഫിഷൻ ഹാപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സ്ഥലങ്ങളിലേക്കായിരിക്കും വിരൽ ചൂണ്ടുക. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജിലായിരിക്കും അവിടെ ഏത് കലക്കൽ ലാംഗ്വേജാണോ ഉള്ളത് ആ കലക്കൽ ലാംഗ്വേജിലായിരിക്കും നമുക്കുള്ള ഉത്തരങ്ങൾ ചിലപ്പോൾ കിട്ടുക. നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നേരത്തെ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അബദ്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എന്തായിരിക്കും ഇതിൻ്റെ പ്രോബ്ലംസ്, ഇഷ്യൂസ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആക്ച്വലി നമ്മളെ സൈബർ സെക്യൂരിറ്റീൻ്റെ അകത്തേക്ക്, ഞാനൊരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ന്യൂ ട്രെൻഡിങ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് AI മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡാറ്റാസ് എടുക്കുക, അല്ലെങ്കിൽ അതുവഴി നമ്മളെ ഹാക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നേരം അതിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്നേരം AI ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തന്നെ മറ്റൊരു രീതിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെയും പ്രോംപ്റ്റ് ഇഞ്ചക്ഷനാണ്, അത് കൊടുക്കുന്നേരം നമുക്ക് ആ ഡാറ്റ റിട്രീവ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും സംഭവിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്തും നമ്മളുടെ യൂസേജിന് അനുസരിച്ചായിരിക്കും ഇത്. അത് ആ യൂസേജിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാലും നമുക്ക് ഈ പറയുന്ന പ്രോംപ്റ്റ് റിസൾട്ട് മാറും. പ്രോംപ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഓക്കെ. അപ്പോൾ ആ കിട്ടുന്ന റിസൾട്ടിൽ നമ്മൾ ഒരു റിസൾട്ടിന് തന്നെ ഒരു 10 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 50 പ്രോംപ്റ്റ് കൊടുത്തു